ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഹാങ്ങിങ് ഗാർഡൻ കൽബ. ഇന്ന് നമ്മൾ പുറത്ത് പോകാൻ വിചാരിച്ചിരിക്കുന്ന ഒരു സ്ഥലം കേട്ടോ. അപ്പം ഞങ്ങളിപ്പം എന്താ പറയുക പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹാങ്ങിങ് ഗാർഡനിലെത്തി. ഹാങ്ങിങ് ഗാർഡൻ ആക്ച്വലി കൽബയിലാണ്, UAE, നിയർ ടു കോർഫക്കാൻ, ഫുജേറ കോർഫക്കാൻ ആ റൂട്ടിൽ പിടിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും കൽബയിൽ നമ്മൾ കയറാതെ പോകരുത്. പക്ഷേ ഇപ്പം നമ്മൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ എന്താ പറയുക ക്ലൈമറ്റ് ഇത്രയും ഡൗൺ ആവുമെന്ന് വിചാരിച്ചില്ല. എന്നാലും ഞങ്ങളിവിടെ എത്തിയപ്പോൾ 5:30, 6 ഒക്കെ ആയി. പക്ഷേ ശരിക്കും നൈറ്റിലെ വ്യൂ ഒരു കാണാൻ കൊള്ളാം. എന്നാലും എന്താ പറയുക ഡേ ടൈമിലെ വ്യൂ കുറച്ചും കൂടെ ഒരു ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഭംഗി നമുക്ക് എടുത്തറിയാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റും ആ ഒരു തണുപ്പും എന്താ പറയുക ആ വ്യൂ എല്ലാം കൂടെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എൻ്റർ ചെയ്ത് കുറച്ച് നേരം എന്താ പറയുക വാട്ടർ ഫൗണ്ടൈൻ്റെ ആ സൈഡിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല രസം കേട്ടോ, കാണാൻ നല്ല രസമാണ്. പിന്നെ മക്കളെല്ലാം ഇങ്ങനെ അവിടെ ചെറിയ ചെറിയ പ്ലേ ഏരിയസ് ഉണ്ട്, അപ്പോൾ അവിടേക്ക് പോയി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അകത്ത് വേറെ വ്യൂ എന്ന് വെച്ചാൽ ഈ ട്രെയിൻ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ആ ട്രെയിനിലൊരു വ്യൂ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് എൻ്റർ ചെയ്യുന്ന പാസഞ്ചേഴ്സിന് അവിടെ ഫുള്ള് ഒരു വ്യൂ എല്ലാ സ്ഥലത്തും ഒന്ന് നടന്ന് പോകുന്നേക്കാളും ജസ്റ്റ് ഒരു റൈഡും ആവും, കുട്ടികൾക്കൊക്കെ ഒരു രസമാവും. അപ്പോൾ അതിന് വേണ്ടി ഒരു ട്രെയിൻ പോലെ അലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് ലാസ്റ്റ് കയറാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക. എന്താ ഭംഗിയെന്നറിയോ, നല്ല രസം കേട്ടോ. ഉറപ്പായിട്ടും UAE പിന്നെ വിസിറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ വിസിറ്റിങ് വരുന്നെങ്കിലും ഉറപ്പായിട്ടും കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഹാങ്ങിങ് ഗാർഡൻ. അപ്പം വരുന്നെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ തന്നെ വരണം. ഞങ്ങൾ വന്നത് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ലൈറ്റ്സിൻ്റെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ, ലൈറ്റ്സിൻ്റെ വ്യൂ ഉണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ കൽബിയ കോർഫക്കാൻ ഏരിയയൊക്കെ ഫുൾ ഈ മലകളുടെ ഒരു ഡീപ്പായിട്ടുള്ളൊരു ഏരിയയാണ്. പക്ഷെ അതിൽ അവർ ഇത്രയും മനോഹരമായിട്ട് ആ ഒരു ഫൗണ്ടൈനൊക്കെ ചെയ്തെടുത്തേക്കുന്നത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം നോക്കി അവിടെ ആ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സൈഡിലൊരു സ്റ്റെപ്പ് പോലെ വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ വരുന്ന എന്താ പറയുക ടൂറിസ്റ്റുകളായാലും എല്ലാവർക്കും കയറാൻ പറ്റിയ ഒരു വ്യൂവിൽ, എന്ന് വെച്ചാൽ മുകളിലത്തെ വ്യൂ കിട്ടാനും താഴേന്ന് കാണാൻ പറ്റുന്ന രീതിയിലും എല്ലാ രീതിയിലും അവർ ചെയ്തേക്കുക കേട്ടോ. ഇതിപ്പോൾ സ്റ്റെപ്പ് വന്നിരിക്കുന്ന കുറച്ച് സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ എന്താ പറയുക ചെയർസൊക്കെ ഇട്ട് റെസ്റ്റ് ഏരിയ വല്ലതും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നല്ലൊരു രസം കേട്ടോ. നമുക്കിപ്പം കുറച്ച് എന്താ പറയുക ഹില്ല് പോലെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് മുകളിലോട്ട് നടന്ന് കയറുമ്പം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇച്ചിരി ഏജുള്ള ആൾക്കാർ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് റെസ്റ്റ് ചെയ്യാനും കുട്ടികൾക്കാലും ഇരിക്കാനൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. അത് നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് സ്റ്റെയർ ആട്ടോ. ഇതിങ്ങനെ സ്റ്റെയറിൽ നമ്മൾ കയറി ഓരോരോ എൻഡിലായിട്ട് നമുക്ക് ഓരോരോ ഫ്ലോർ ബൈ ഫ്ലോർ ആയിട്ട് ഇങ്ങനെ കയറി മുകളിൽ പോയി അതേപോലെ റൗണ്ട് ചെയ്ത് നമുക്ക് തിരിച്ചു വരാനുള്ള ഓപ്ഷനുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിനാട്ടോ. നല്ല രസമാണ്. എല്ലാവർക്കും ഭയങ്കര ഒരു കുഞ്ഞു റൈഡുമാണ്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നല്ലൊരു വ്യൂ കിട്ടും. ഈ ഫൗണ്ടൈനൊക്കെ നല്ലൊരു വ്യൂ കിട്ടും. പിന്നെ ഫുൾ ലൈറ്റ്സിൻ്റെയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ചും കൂടെ ലേറ്റ് ടൈം വന്നിരുന്നെങ്കിൽ ഇവിടെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ നല്ല ഒരു വ്യൂ കിട്ടിയാൽ അത് നമുക്ക് നെക്സ്റ്റ് ടൈം ഞങ്ങൾ പോകുമ്പോൾ ഉറപ്പായിട്ടും അത് എടുക്കുന്നതാണ്. ഞങ്ങൾ അവിടെ വെച്ച് ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ് നമ്മൾ ഇനി വരണമെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ തന്നെ വരണമെന്ന്. അപ്പോൾ അങ്ങനെ ട്രെയിൻ റൈഡിന് പോകാൻ വേണ്ടി ഞങ്ങൾ അവിടുത്തെ മുകളിലത്തെ ഒരു ഏരിയയിലുണ്ട്. അവിടെ നമ്മൾ ക്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് കയറാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ അകത്ത് കയറി. അകത്തുനിന്ന് ഞാൻ ജസ്റ്റ് ഒരു റൈഡിൽ നിന്ന് എടുത്തൊരു വ്യൂ ആട്ടോ. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു ചെറിയൊരു പാർക്ക് പോലെ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഓക്കെയാണ്. കുട്ടികൾക്കും ഒരു രസമാണ്. ഒരു പാർക്കിൻ്റെ ഒരു ഫീലിംഗ് കിട്ടും. പിന്നെ അവർക്കൊരു റൈഡ്, പിന്നെ അതിൻ്റെ ഒരു ഭംഗി എല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീക്കെൻഡ്സിലൊക്കെ പോകാൻ പറ്റിയൊരു എന്താ പറയുക ശരിക്കും നല്ലൊരു സ്ഥലമാണ്.
ഹാങ്ങിങ് ഗാർഡൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, ട്രെയിൻ റൈഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെയർ ആട്ടോ, സ്റ്റെയർ ഇങ്ങനെ മുകളിലോട്ട് ഒത്തിരി ഹിൽ രീതിയിലാണ് പോയേക്കുന്നത് അതിങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞു നമ്മളെ ഫൗണ്ടൈൻ്റെ ഒരു വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് സെൽഫി എടുക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നല്ല രസമാണ് കേട്ടോ, നൈറ്റ് ആണെങ്കിലും നല്ല രസമാണ് കാണാൻ. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുത്തെ 6 മണി ടൈമിലാണ് ഞങ്ങളവിടെ എത്തിയത്. പക്ഷേ ആ സമയത്തും ഒത്തിരി ഇരുട്ടുന്ന രീതിയിലാണ് ക്ലൈമറ്റ്. ആ ഒരു എന്താ പറയുക, മഴ വന്നില്ലെങ്കിലും മൂടൽ മഞ്ഞ് പോലെ ഇങ്ങനെ നിൽക്കുക, നല്ല തണുപ്പായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ആ റൈഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സൈഡിൽ നിന്നുള്ള വ്യൂ എന്താ രസമെന്ന് അറിയാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുമ്പോഴേ ആ ഒരു ഫീൽ കിട്ടുള്ളൂ. ശരിക്കും നല്ല രസമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ മുകളിലത്തെ ലൈറ്റ്സ് ഉണ്ടോ, അതിങ്ങനെ മുകളിൽ ആ സ്റ്റെയർ ഇങ്ങനെ കയറി പോകുന്നതിൻ്റെ ലൈറ്റ്സാണ്. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് കണ്ടോ, ഈ സ്റ്റെയർ വഴി നമുക്ക് തിരിച്ചിറങ്ങി വരാൻ പറ്റുന്ന രീതിയിൽ അവർ ചെയ്തേക്കുന്നത്. മറ്റത് മുകളിൽ കയറി അവിടുത്തെ വ്യൂ എടുത്ത് നമുക്ക് തിരിച്ചു വരുന്ന രീതിയിൽ. അങ്ങനെ ഇതൊരു റെസ്റ്റോറൻ്റ് ആട്ടോ, അതിൻ്റെ അകത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് റൗണ്ട് ചെയ്ത് വരാം കേട്ടോ, ഒത്തിരി ദൂരം റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരെയാണ്. എനിക്കൊരു എൻ്റെ ഓർമ്മയിൽ 1 റൈഡാണ്, ഒരു റൗണ്ടാണ് അവർ ചെയ്തേക്കുന്നത്. സൈഡിലൊക്കെ നല്ല പൂക്കളായിരുന്നു, ശരിക്കും മിസ്സായി അതിൻ്റെ ഒരു വ്യൂ. വിഷമമുണ്ട്. എന്നാൽ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ വ്യൂ നമുക്ക് എടുക്കാം. ഇതെൻ്റെ മോനാട്ടോ, ഫ്രണ്ടിൽ ഒരാളുണ്ട്, ബാക്കിൽ 2 പേര് അച്ഛനോടെ ഇരിക്കുകയാണ്. 3 പേരാണ് എനിക്ക്. പിന്നെ ഇത് ഞാനും എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ഒരു പ്ലേസായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.